എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കത്രിക പോലുള്ള ഉപകരണങ്ങളൊക്കെ രോഗികളുടെ ശരീരത്തിൽ മറന്നു വെക്കുന്നത്? നമുക്ക് നോക്കാം. ഇങ്ങനെ മറന്നു വെക്കാൻ പാടില്ല. കാരണം ഓപ്പറേഷന് മുൻപും ശേഷവും ഒക്കെ കൃത്യമായിട്ട് ഇതിന്റെ എണ്ണം തിട്ടപ്പെടുത്തിയിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആലപ്പുഴ സ്വദേശി ഉഷ ജോസഫിന് ഓപ്പറേഷൻ അനാസ്ഥ മൂലം കത്രിക വയറ്റുള്ളതിന്റെ പേരിൽ വേദന അനുഭവിക്കേണ്ടി വന്നത് 5 വർഷമാണെങ്കിൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു കഥ പറയാം. വിയറ്റ്നാം സ്വദേശി മാവനോട്ടിന് ഇതുപോലെ വേദന അനുഭവിക്കേണ്ടി വന്നത് 18 വർഷമാണ്. 54-കാരനായ മാവനോട്ട് 1998-ലാണ് ഒരു റോഡ് അപകടത്തെ തുടർന്ന് ബാൻകാൻ ജനറൽ ഹോസ്പിറ്റലിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയത്. ഈ ഓപ്പറേഷനിലാണ് ഡോക്ടേഴ്സിന് കൈയബദ്ധം പറ്റിയത്. പക്ഷേ ഈ അബദ്ധം മനസ്സിലാക്കാനായിട്ട് 18 വർഷം എടുത്തു. ഇതിനുശേഷം 2016 മറ്റൊരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് നടന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിനിടയിലാണ് 15 സെന്റിമീറ്റർ നീളമുള്ള കത്രിക ഇയാളുടെ ശരീരത്തിൽ കണ്ടെത്തിയത്. ഇത്രയും കാലം ഇദ്ദേഹത്തിന് സാരമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നത് ഡോക്ടേഴ്സിനെ അത്ഭുതപ്പെടുത്തി. ഇടയ്ക്കിടെ അനുഭവപ്പെട്ടിരുന്ന വയറുവേദന അൾസർ ആണെന്ന് കരുതി മരുന്ന് കഴിക്കുമായിരുന്നു ഇദ്ദേഹം. 2016 ഡിസംബറിൽ 3 മണിക്കൂർ നീണ്ട ഓപ്പറേഷനിലൂടെ ഈ തുരുമ്പിച്ച കത്രിക പുറത്തെടുക്കുമ്പോൾ ഇത് അവയവങ്ങളുമായിട്ട് ഒട്ടിപ്പിടിച്ച നിലയിലായിരുന്നു. ആലപ്പുഴയിലെ കേസിൽ ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തെങ്കിൽ വിയറ്റ്നാമിലെ കേസിൽ ഇത്രയും നാളായതുകൊണ്ട് തന്നെ മതിയായ രേഖകളില്ലാത്തതിനാലെ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഡോക്ടേഴ്സിന് ഇത്രയും വലിയ പിഴവ് സംഭവിക്കുന്നത്? ഓപ്പറേഷന് മുൻപും ശേഷവും ഉപയോഗിച്ച ഉപകരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുന്നതിനുള്ള പിഴവാവാം. അപകടം നടന്ന സമയത്തുള്ള മേജർ ഓപ്പറേഷനുകൾക്കിടയിൽ ജീവൻ രക്ഷിക്കാനുള്ള തിരക്കിനിടയിൽ പറ്റുന്ന അശ്രദ്ധയാവാം. 10-12 മണിക്കൂറുകൾ നീണ്ടുപോകുന്ന ഓപ്പറേഷനുകളുണ്ട്. മണിക്കൂറുകൾ നീളുന്ന ഇത്തരം ഓപ്പറേഷനുകൾക്കിടയിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള മാനസിക ശാരീരിക ക്ഷീണമാവാം. കത്രിക മാത്രമല്ല, സർജിക്കൽ ഗോസ് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ ശരീരത്തിനുള്ളിൽ 30 വർഷത്തോളം കൊണ്ടു നടന്നിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഡോക്ടർക്ക് മനുഷ്യ ജീവനെ രക്ഷിക്കാനും കഴിയും. അതുപോലെ തന്നെ അവരിൽ നിന്ന് വരുന്ന ഒരു ചെറിയ പിഴവ് പോലും രോഗികളുടെ ജീവിതം മാറ്റിമറിക്കാനും കാരണമാകും. ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് മെഡിക്കൽ രംഗത്ത് കൂടുതൽ ജാഗ്രതയും കൃത്യമായിട്ടുള്ള നിയമങ്ങളും അനിവാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഉള്ള നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കെങ്കിലും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും.